പേരും കള്ളമാണല്ലേ വീണ ജോർജ് പറഞ്ഞത്? അതെ, തീർച്ചയായിട്ടും വളരെ കള്ളം, വലിയ കള്ളം. വലിയ കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തൊടിഞ്ഞു തൂങ്ങി അറ്റ് രണ്ടായി പോയി എന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞ് ഇതാക്കിയത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് KSUക്കാരുടെ ഒരു പ്രകടനം വരുന്നു. സ്വാഭാവികമായിട്ടും പ്രകടനം വരുമ്പോഴത്തേക്കും അവർ എന്ത് ചെയ്യും? മുദ്രാവാക്യം വിളിക്കും. ഈ പറയുന്ന മന്ത്രിയാണോ ഇല്ലെങ്കിൽ ആർക്കെതിരെയാണോ പ്രതിഷേധം അവിടേക്ക് ഇവർ വരും. അവിടെ വന്നിട്ട് കരിക്കൊടി ഉയർത്തി കാണിക്കും. അല്ലാതെ ഇത് പാകിസ്ഥാനൊന്നും അല്ല നേതാവിനെ കൈ കിട്ടുമ്പോൾ അടിച്ചു കൊല്ലാനായിട്ട്, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരാളെ ഇല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ഒരാളെ പ്രതിപക്ഷം കൊല്ലുന്ന നാടൊന്നും അല്ല ഇത്. ആരെ കിട്ടിയാലും ഈ പറയുന്ന എത്ര പ്രതിഷേധമുള്ള ആളെ കിട്ടിയാലും ശരി തന്നെ അവരെവിടെ നിന്ന് മുദ്രാവാക്യം. ഇനി വലിയ ധീരതയും സാഹസവും കാണിച്ച് ഈ ഒരു മന്ത്രിയോ ഇതുപോലെ വീണ ജോർജിനെ പോലെ അല്ലെങ്കിൽ ആരെങ്കിലും ഇറങ്ങി വന്നാൽ, പ്രതിഷേധിക്കുന്നവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നാൽ പോലും അവർ ചുറ്റും നിന്നിട്ട് ഗോ ബാക്ക് വിളിക്കും, ഇല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കും, രൂക്ഷമായ വിമർശന മുദ്രാവാക്യങ്ങളിലൂടെ ഉന്നയിക്കും. ഇതൊക്കെ ചെയ്യുള്ളൂ, അല്ലാതെ കയ്യേറ്റം ചെയ്യുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗമേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റുകാരാണ്, അത് SFIക്കാരാണ്, CPMകാരാണ്. അവരുടെ ശൈലിയാണ് എതിരാളിയെ ആക്രമിക്കുക എന്നുള്ളത്. അത് നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? കൂത്തുപറമ്പിൽ പണ്ട് കണ്ടിട്ടുണ്ട്. MV രാഘവന് നേരെ ആക്രമണത്തിന് വേണ്ടിയിട്ട് DYFIക്കാർ വന്നത്. അന്ന് പോലീസിന് ഗതികെട്ട് വെടിവെക്കേണ്ടി വന്നു. അതിനുശേഷം രക്തസാക്ഷി പരിവേഷത്തിൽ ഇവർ ആ രക്തസാക്ഷികളെ വിറ്റ് ജീവിക്കുന്ന പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ. രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിക്കും, ആദ്യം രക്തസാക്ഷി ഉണ്ടാക്കും അവർ, അതിനുശേഷം രക്തസാക്ഷിക്ക് വേണ്ടി പിരിക്കും. അത് പിരിച്ചിട്ട് അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും അറിയാതെ നാട്ടിൽ പോയ അഭിമന്യുവിനെ വിളിച്ചു വരുത്തി കത്തിക്കിരയാക്കി, പോപ്പുലർ ഫ്രണ്ടുകാരുടെ കത്തിക്കിരയാക്കിയിട്ട് ഇന്നും വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞിട്ട് പിരിക്കാറങ്ങും. ഇന്നും നമ്മൾ സുഭാഷ് പാർക്കിൽ പോയാൽ, ഇന്നും മറൈൻ ഡ്രൈവിൽ പോയാൽ അഭിമന്യു ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബക്കറ്റ് പിരിവുമായിട്ട് മഹാരാജാസിലെ പിള്ളേർ പറഞ്ഞ കാണാം. നമ്മൾ ചോദിക്കും, എന്താ മക്കളെ ഇത്? അയ്യോ സാറേ ഞാൻ കറഞ്ഞുവിടാം, ഇത് അവിടുന്ന് ചേട്ടന്മാർ പറഞ്ഞു വിട്ടേണ്, പൈസ പിരിച്ചുകൊണ്ട് ചെല്ലുന്നിരിക്കും, നാളെ ക്ലാസ്സിൽ കയറ്റിട്ട് അടിക്കും ഇടിക്കും. പിള്ളേർ പറയുന്നതാണ്. നിരന്തരം എറണാകുളത്ത് ഈ പറയുന്ന മഹാരാജാസിൻ്റെ പരിസരത്തോ മറൈൻ ഡ്രൈവിലോ സുഭാഷ് പാർക്കിലോ ഒക്കെ പോകുന്നവർക്ക് കാണാൻ കഴിയും SFI പിള്ളേർ ഇപ്പോഴും അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞ് പിരിക്കാൻ നടക്കുന്നത്. ഇത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതവിടെ പോകുന്ന ആൾക്കാർക്കറിയാം, ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട് നമ്മളോട്. അതുപോലെയാണ് ഉമ്മൻചാണ്ടിയുടെ നേർക്ക് കല്ലെറിഞ്ഞത്, ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടിയുടെ കാർ വന്നപ്പോൾ കല്ലെടുത്തെറിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ നെറ്റിയും നെഞ്ചും പൊട്ടിച്ചവരാണ് അവർ, എറിഞ്ഞു പൊട്ടിച്ചവർ. ഒന്ന് ആലോചിച്ച് നോക്ക്, പിണറായി വിജയന്റെ നേരെയാണ്. പിണറായി വിജയന്റെ നവകേരള യാത്ര വന്നപ്പോൾ പ്രതിഷേധിച്ചവർക്ക് നേരെ എന്താ? കരിങ്കൊടി കാണിച്ച ഷർട്ട് ഇടാൻ പാടില്ല, കറുപ്പ് കൊട പാടില്ല, കറുപ്പ് മാസ്ക് വയ്ക്കാൻ പാടില്ലായിരുന്നു. ഭീകരാവസ്ഥയായിരുന്നു ഇവിടെ. എന്നിട്ട് എന്താ ചെയ്തത്? അവരെന്ത് ചെയ്തു? ചെടിച്ചട്ടി എടുത്ത് പ്രതിഷേധിച്ചവരുടെ തലയ്ക്കടിച്ചു, ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ചു. പ്രതിഷേധിക്കുമെന്ന് തോന്നിയവരെ, സംശയിച്ചവരെ പോലും അടിച്ചോടിച്ചു. ഇതാണ് പിണറായി പോലീസും പിണറായി കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി. അതായത് ഇവിടെ എല്ലായിടത്തും അതാണ്. അതായത് സ്റ്റാലിൻ ഇവരുടെ സഭ കൂടുമ്പോഴത്തേക്കും, പാർട്ടി മീറ്റിംഗ് കൂടുമ്പോഴത്തേക്കും ആർക്കെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ എഴുതിക്കും. ചില സഖാക്കളൊക്കെ പാർട്ടിയോട് സ്നേഹമുള്ള, പാർട്ടി നന്നാവണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെ 8 പേര് എഴുതിക്കുമ്പോൾ സ്റ്റാലിൻ തൻ്റെ പിസ്റ്റൾ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. അപ്പോൾ പകുതി പേരിരിക്കും. പിന്നെയും വീര്യമുള്ള കുറച്ച് പേര് കാണുമല്ലോ, അവരിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റാലിൻ കുറച്ചുകൂടെ വലിയ ഗണ്ണെടുത്ത്, മെഷീൻ ഗണ്ണെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ ഇരിക്കും. പിന്നെ 1 or 2 പേരായിരിക്കും ഉണ്ടായിരിക്കുക. അവർക്ക് ചോദ്യം ചോദിക്കണമെന്ന് പറയും. അപ്പോൾ സ്റ്റാലിൻ പറയും, സഖാക്കളെ, നിങ്ങൾക്ക് വർഗസമരത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയത്തിൽ സംശയമുണ്ടായിരിക്കുന്നു, നിങ്ങൾക്ക് പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടായിരിക്കും, നിങ്ങൾക്ക് പുനർവിദ്യാഭ്യാസം വേണം, അതിനായി നിങ്ങൾ സൈബീരിയയിലേക്ക് പോകും, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അവിടെ ചെയ്യും. ഈ സൈബീരിയ പോയ ഒരു സഖാവും തിരിച്ചു വന്നിട്ടില്ല. അവിടുത്തെ ജയിലിലിട്ട് കൊന്ന്, അവിടെ ആസിഡിലിട്ട് കത്തിച്ച് കളയും. അതാണ് സ്റ്റാലിൻ ചെയ്യുന്നത്. സ്റ്റാലിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയൻ ഒരു തരത്തിലുള്ള പ്രതിഷേധവും താങ്ങാനോ കാണാനോ പറ്റില്ല, ഭയപ്പാടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ, ആ ഭയത്തിൻ്റെ പ്രതീകമായിരുന്നല്ലോ വാടിക്കൽ രാമകൃഷ്ണൻ. അതിൻ്റെ കഥയൊക്കെ കേരളത്തിൽ അറിയാവുന്നുള്ളത് കൊണ്ട് വീണ്ടും പറയണ്ട. അപ്പോൾ വീണ ജോർജ് ഇവിടെ എന്താണ്, ഒരു ഇരപരിവേഷം കിട്ടാനായിട്ട് എന്ത് ചെയ്തു? കഴുത്തടിച്ചു, എന്നിട്ട് നേരെ ICUവിൽ പോകുന്നു. എന്നിട്ട് വെളുപ്പാൻ കാലത്ത്, ഞാനൊക്കെ മെഡിക്കൽ കോളേജിൽ സുഖമില്ലാതെ കിടന്നിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ രാവിലെ ഡോക്ടർ വരും, ഇപ്പോൾ വന്ന് ഡിസ്ചാർജ് ചെയ്ത് തരും, ഉച്ചയ്ക്കെങ്കിലും പോകാമല്ലോ എന്ന് വിചാരിക്കും. ഉച്ചയായാലും ഡോക്ടർ വരില്ല. ഡോക്ടർ ഉച്ചേ മുക്കാലൊക്കെ ഒരു 3-4 മണിയാകുമ്പോൾ വന്ന് എഴുതി തരും, ഡിസ്ചാർജ്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 8-9 മണിയാവും. മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രി. ഇത് വെളുപ്പാൻ കാലത്ത് ആരും അറിയാതെ രാവിലെ 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്ത് വീണ ജോർജ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു. വീണ ജോർജിൻ്റെ കഴുത്തൊടിഞ്ഞു. ഷംസീറിനെ കണ്ടതിന് ശേഷമാണ് കഴുത്തിന് മാരകമായി പരിക്കേറ്റതായിട്ട് പറയുന്നത്. കഴുത്തിന്
അധികം പേര് MRI സ്കാനൊക്കെയാണ് എടുത്തത്. MRI സ്കാനാണ് എടുത്തത്. നമ്മളിവിടെ ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു CT സ്കാൻ. ആ പൈസ ഗവൺമെന്റിന് പോയിട്ടുണ്ടാവും. ഗവൺമെന്റ് പിന്നല്ല, മന്ത്രിയല്ലേ. അപ്പോൾ എന്നിട്ട് MRI സ്കാൻ എടുക്കുന്നു, ഗുരുതരമായി പരിക്കേറ്റ മന്ത്രി അവസാനം അഡ്മിറ്റ് ആവുന്നു. KSUക്കാർക്ക് മേലെ കുറ്റം. അപ്പോൾ ഒരു തെളിവുമില്ല, ഒരു വീഡിയോ ഇല്ല. എന്നിട്ട് ഇവിടുത്തെ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിലെ ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ജേർണലിസ്റ്റുകളുടെ പേജിൽ ഇപ്പോഴും പോയി നോക്കണം. അതിനകത്ത് അവന്മാർ പറഞ്ഞിട്ടുണ്ട് KSUക്കാർ ഇതാ കണ്ടില്ലേ അടിച്ചൊടിക്കുന്നു കഴുത്ത് എന്ന് പറഞ്ഞ ന്യൂസ് മലയാളത്തിലെ ജേർണലിസ്റ്റുകളുണ്ട്. റിപ്പോർട്ടറിലെ അരുൺകുമാറുണ്ട്, പറഞ്ഞവരാ ഇതാ മന്ത്രിയുടെ കഴുത്തടിച്ചൊടിച്ചു, ഇത് ക്രൂരമാണ് KSUക്കാർ എന്ന് പറഞ്ഞത് അവരാണ്. എന്ന് പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തകർ മൊത്തം ഇപ്പം എന്താ മിണ്ടുന്നില്ലല്ലോ. ആ വാർത്ത പോലും വഴിയില്ല. വീണ ജോർജ് അന്ന് കൊടുത്ത മൊഴിയിൽ നിന്ന് ഇപ്പൊ മാറ്റി പറഞ്ഞിരിക്കുന്നു ഉന്തിലും തള്ളിലും പരിക്കേറ്റതാണെന്ന്. ഒരു മന്ത്രി ആയിരിക്കുന്ന ഒരാള് നിയമസഭയിൽ ഇങ്ങനെ കള്ളം പറഞ്ഞാൽ അത് നിയമ നടപടി ഉണ്ടാവണ്ടല്ലേ? എന്ത് നിയമ നടപടി? അവരുടെ സ്പീക്കറിന് പക്ഷപാതം ഇല്ല എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന് കൊണ്ടുവരാലോ. പ്രതിപക്ഷത്തിന് ഇനിയിപ്പോ ഈ ഇലക്ഷനും എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്ത് നടപടിയാണ്, എന്ത് ചെയ്യാനാണ്? അപ്പൊ ഇത്ര നാളായല്ലോ. അതെ, ഇവിടെ ഈ പറയുന്ന ഇവരുടെ കള്ളങ്ങളുടെ തേർവാഴ്ചയല്ലേ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകളുടെ കള്ളങ്ങളുടെ തേർവാഴ്ചയ്ക്ക് എന്തെങ്കിലും അറുതി ഉണ്ടായിട്ടുണ്ടോ? അതൊരിക്കലും അറുതി അതിന് അറുതി ഒരിക്കലും ഉണ്ടാകില്ല. കമ്മ്യൂണിസ്റ്റുകളുടെ കള്ളം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറുപ്പക്കാരായ KSUക്കാരായ കുട്ടികളായ ആ പ്രവർത്തകരോടാണ് വീണ ജോർജ് കാണിച്ചത്. അവരെയാണ് ജയിലിലേക്ക് അയച്ചത്, അവരെ റിമാൻഡ് ചെയ്തു, മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന ക്രിമിനൽ കുറ്റമാണ്, നോൺ ബെയിലബിൾ ഒഫൻസാണ്. അതായത് ഭരണഘടനാപരമായ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഭരണപരമായിട്ട് കയ്യേറ്റ ശ്രമത്തിനൊപ്പം തന്നെ ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? പച്ചക്കള്ളം, ഇവർക്ക് പച്ചക്കള്ളം പറഞ്ഞാലുള്ള ശീലം. ഇവർക്ക് എന്തെങ്കിലും സത്യം പറഞ്ഞ ശീലമുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ സത്യം പറയില്ല. കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും വാ തുറക്കുന്നത് പച്ചക്കള്ളം പറയാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ കമ്മ്യൂണിസ്റ്റുകളെ ഹിറ്റ്ലറുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. ഹിറ്റ്ലർ എങ്ങനെയാ ജർമ്മനിയല്ലേ അധികാരത്തിൽ വന്നത്? ലേബർ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നു ഹിറ്റ്ലറുടെ പാർട്ടി. അവിടെ സമത്വം, സാഹോദര്യം, എല്ലാവർക്കും തുല്യനീതി, രാഷ്ട്രക്ഷേമം, ഇതൊക്കെയായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞത്. എന്നിട്ട് വന്നിട്ട് നടപ്പിലാക്കിയത് എന്താണ്? കൂട്ടക്കൊലകളല്ലേ. കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് എന്താണ്? എല്ലാവർക്കും നീതി, എല്ലാവരും ഒരുപോലെ, ഭേദമില്ല, പാവപ്പെട്ടവനൊപ്പം ഞങ്ങൾ. പച്ചക്കള്ളമില്ല. കമ്മ്യൂണിസ്റ്റുകൾ ഇത് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൽ അവർ പാവപ്പെട്ടവർക്ക് ഒപ്പം നിന്നിട്ടുണ്ടോ? ആൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന ഒരു ഫേമസ് കോട്ടുണ്ട്. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ സുഖം മാത്രമാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഈ ആദർശം പറയുന്നത് തന്നെ അവരുടെ സുഖത്തിന് വേണ്ടി മാത്രമാണ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ കുടുംബത്തിൻ്റെ, അവർക്ക് വേണ്ടപ്പെട്ടവരുടെ. ഈ പറയുന്ന ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്ന വാക്കില്ലേ, അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ ഉപയോഗിച്ച വാക്കാണ് സ്വജനപക്ഷപാതം എന്നുള്ളത്. നിരന്തരമായിട്ട് അവർക്കെതിരെ ഉപയോഗിച്ച വാക്കാണ് ഈ പറയുന്ന അസഹിഷ്ണുത. സോവിയറ്റ് കാലത്താണ് ഈ വാക്കുകളൊക്കെ തന്നെ പ്രയോഗത്തിൽ വരുന്ന വലിയ രീതിയിൽ. അസഹിഷ്ണുത അവർക്കാണ് ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള അസഹിഷ്ണുത ഈ ലോകത്ത് ആർക്കും ഇല്ല. അവർ ഇവിടെ സംഘപരിവാറിനെ വിമർശിക്കില്ലേ? സംഘപരിവാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ ഉണ്ടാവില്ല, മോദി ജയിച്ചാൽ ഇലക്ഷൻ ഇല്ല, മുസ്ലിങ്ങളെ പുറത്താക്കും, ക്രിസ്ത്യാനികളെ പുറത്താക്കും, ഈ CAA ബില്ല് രാഷ്ട്രമാകും. ഹിന്ദു എവിടെ? മൂന്നാമത്തെ ഇലക്ഷൻ കഴിഞ്ഞു. സംസ്ഥാനങ്ങളിൽ അത് അടുത്ത ഇലക്ഷൻ നടക്കുന്നു. 100 ഇലക്ഷൻ രാഹുൽ ഗാന്ധി തോറ്റു. ഇപ്പോഴും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക എല്ലായിടത്തും. ഒരിടത്തും ഒരു ഭീകരവും വാദവും നടന്നില്ല. ഒരു ഹിന്ദു ഭാവി പ്രധാനമന്ത്രിയാണ്. ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രി. ആയുഷ്കാലം മൊത്തം ഇങ്ങനെ ഭാവി പ്രധാനമന്ത്രി ആയിരിക്കും. ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല. ഭാവി പ്രധാനമന്ത്രി എന്നും ഭാവി പ്രധാനമന്ത്രി. അങ്ങനെ ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു കരിങ്കൊടി പ്രതിഷേധത്തെ പോലും താങ്ങാൻ കഴിയാത്ത വീണ ജോർജ്, പച്ചക്കള്ളം പറഞ്ഞ വീണ ജോർജ് എവിടെ പോയി കുമ്പസരിക്കും? കുമ്പസരിച്ചാൽ തീരുമോ ഈ പാപം? ആ കുട്ടികളെ ജയിലിലേക്ക് പറഞ്ഞയച്ചവരല്ലേ ഈ പറയുന്ന കേസിൽ. ഈ കേസെടുത്തിട്ട് ഇവർക്ക് ആക്രമിച്ച കേസെടുത്തിട്ട് മൊഴി നൽകിയില്ലായിരുന്നു ഇവർ. അതായത് കേസെടുത്തതിന് ശേഷം കേസിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മൊഴി രേഖപ്പെടുന്നു. ആദ്യം മൊഴി രേഖപ്പെടുത്തി ആക്രമണത്തിന്. പക്ഷെ അതിനുശേഷം ഇവർ പറഞ്ഞില്ല, കാരണം ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അവർക്കറിയാം ആറന്മുളയിൽ തോക്കുമെന്ന്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പോസ്റ്റ് വരുന്നുണ്ട്. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന പോസ്റ്റുണ്ട്, ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുകയും കൃത്യമായ പൊതുവിമർശനം നടത്തുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നതിലെ കുറച്ചു ഭാഗം ഞാൻ വായിക്കാം. അന്ന് കണ്ണൂരിലെത്തിയ ആരോഗ്യമന്ത്രിക്ക് നേരെ 5 ഇടത്താണ് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. പെരിങ്ങോത്ത് മന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച യൂത്ത് ലീഗ് നേതാവ് ഷജീർ ഇക്ബാലിനെ CPMകാർ ക്രൂരമായി മർദ്ദിച്ചതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വർദ്ധിത വീര്യത്തോടെ പ്രതിഷേധത്തിന് കാരണമായത്.
2 മിനിറ്റോളം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് മുന്നിൽ കണ്ട ഉന്തും തള്ളും ബഹളവുമാണ്. പ്രതിഷേധത്തിന് പിന്നാലെ സ്പീക്കർ എൻ ഷംസീറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് യാത്ര റദ്ദാക്കിയ മന്ത്രി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രതിഷേധ വാർത്ത തീ പോലെ പടർന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആശുപത്രിയിലെത്തി. റോഡ് നീള പ്രതിഷേധം ഉയർന്നു. രാത്രി 9 മണിയോടെ മന്ത്രിയെ പരിയാരം ആശുപത്രിയിലേക്ക് വിശദമായ പരിശോധനയ്ക്ക് മാറ്റി. പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായ 5 KSUക്കാരെ ടൗൺ റെയിൽവേ പോലീസിന്റെ കൈമാറി. മന്ത്രി രാത്രി FIR ഇട്ടു. പുലർച്ചെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2 ആഴ്ച കഴിയുമ്പോഴാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത്. 14 ദിവസം അവർ ജയിലിൽ കിടന്നു. ജില്ലാ ആശുപത്രിയിലെ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചതായിട്ടില്ല. അപ്പോൾ വധശ്രമം നിൽക്കില്ല കേട്ടോ. അതായത് ആയുധം ഉപയോഗിച്ച് കഴുത്തിന് മുകളിൽ അറ്റാക്ക് ചെയ്താൽ വധശ്രമമാവുള്ളൂ. സുരക്ഷ ഒരുക്കാനെത്തിയ ടൗൺ സ്റ്റേഷനിലെ 3 പോലീസുകാരുടെ മൊഴിയിലും വധശ്രമമില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലും വധശ്രമമില്ല. എന്നിട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ അതിൽ ഗുരുതരമായ പരിക്കായിരുന്നു. കഴുത്തിലെ കശേരുക്കൾ വേദനയുണ്ടെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പരിയാരം ആശുപത്രിയിൽ നിന്ന് മണിക്കൂറുകളുടെ ഇടവേളകളിൽ പുറത്തു വന്നു കേട്ടിരുന്നു. അതിൻ്റെ പിറ്റേന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് സ്വന്തം കാറ് മന്ത്രി അവിടെ നിന്ന് തീവ്രപരി ICUലായിരുന്നല്ലോ, അവിടെ നിന്നാണ് സ്വന്തം കാറിൽ പോയത്. ആംബുലൻസ് കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ ആള് കാറിൽ പോകാൻ പറ്റുമോ? ബെൽറ്റിട്ട് കിടപ്പായിരുന്നു. കിടപ്പായിരുന്നു. ആംബുലൻസിലെ പോകാൻ പറ്റുമോ? കിടന്നേ പോകാൻ പറ്റുള്ളൂ. ഇവർക്ക് ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു എന്നത്. ഈ ഭാസ്കരൻ നായർ ചില ചോദ്യങ്ങൾ കൂടി വയ്ക്കുന്നുണ്ട്. 4 ചോദ്യങ്ങളാണ്. ഗൺമാനെ സസ്പെൻഡ് ചെയ്യണം. വ്യാജ പരാതി നൽകിയ സമൂഹത്തിൽ കലാപം സൃഷ്ടിച്ച ഗൺമാനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണം. ആ പിള്ളേരുടെ വീട്ടിൽ ബോംബ് വരെ എറിഞ്ഞു. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി. അന്ന് ജയരാജന്മാരുടെ പ്രസ്താവന ഈ KSU പിള്ളേർ ഒളി യുദ്ധം നടത്തിയെന്നായിരുന്നു. കൂടാതെ വനിതാ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു. അന്തിച്ചർച്ചയൊക്കെ നടത്തി. ഈ നമ്മുടെ അരുൺകുമാറൊക്കെ ഉണ്ടല്ലോ, റിപ്പോർട്ടറിൽ അരുൺകുമാറും ഈ ഘോരം ഇരുന്ന് ഓരോരോ ചാനലിലിരുന്ന് വാദിക്കുന്നവരും ഒക്കെ അതിനിശിതമായിട്ടാണ് വിമർശിക്കുകയും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. ഡോക്ടർ അരുൺകുമാർ ഒരു പടി കൂടി കടന്ന് തെളിവുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഭാസ്കരൻ നായർ ചോദിക്കുന്നു, ദ്രോഹി നിനക്ക് മക്കളില്ലേടാന്ന്. പുള്ളി സ്കെച്ച് ചെയ്യാത്ത ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ പുള്ളി അതിനും കൂടെ ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കിയേനെ. അയ്യോ, അത് പറയാനുണ്ടോ? കഴുത്തിൽ അടിക്കുന്നു, എത്ര കശേരുക്കൾ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ MRIയുടെ വിശദ വിവരങ്ങളും കൂടെ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ധാർമ്മികത എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഇതിൽ പരം തെളിവ് വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. CPM CPI എന്നീ സംഘടനയിലെ നേതാക്കൾ 100% കള്ളം പറയുന്നവർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എങ്ങോട്ടാണ് നമ്മളുടെ പോക്ക്? ഇവരിൽ നിന്ന് നമ്മുടെ കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത്? ഇവരെ റോൾ മോഡലാക്കിയാൽ നമ്മുടെ മക്കൾ തീർന്നു. എന്തൊരു നാണക്കേട്! ഒരു കലാപം തന്നെ ഉണ്ടാകുമായിരുന്നു. കോൺഗ്രസ് UDF വളരെ സംയമനം പാലിച്ചു. ശ്രീമതി വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരുന്നു എന്ന് കരുതി ലജ്ജ തോന്നുന്നു എന്നുള്ളതാണ്. അവർ മാധ്യമപ്രവർത്തകയുടെ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരുന്നപ്പോഴത്തേക്കൊക്കെ ഒരു ജേർണലിസ്റ്റുകളൊക്കെ അന്തിപ്പത്രത്തിൽ എഴുതുന്നവർക്ക്, അന്തിപ്പത്രത്തിലുണ്ടല്ലേ മഞ്ഞപത്രങ്ങളിൽ എഴുതും, അവർക്ക് ഇവരെക്കാട്ടിലും ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ സംയമനം പാലിക്കുക, അവർ അക്രമത്തിന് മുതിരാതെയും ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഒരു കലാപം ഉണ്ടായില്ല എന്നുള്ളത് ഭാസ്കരൻ നായർ അജയനും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. മന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീട്ടിൽ ഇരിക്കണം. അവരൊരു പരിപാടിക്കും ഇറങ്ങരുത്. അവർ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരു ദുർമാതൃകയാണ്. ഒരു ഈ പറയുന്ന രാഷ്ട്രീയത്തിന് ഒരിക്കലും പാലിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു മാതൃകയാണ്. വീണ ജോർജ് ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിരിക്കണം. അവർക്ക് പള്ളിയുമായിട്ടാണ് കണക്ഷൻ കൂടുതലും. അവരുമായിട്ടാണ് കണക്ഷൻ. അവരുടെ ദയവിലാണ് ജയിക്കുന്നത്. അതുകൊണ്ട് ധ്യാനം കൂടി നടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.